ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു മട്ടൺ റെസിപ്പിയാണ്. മട്ടൻ്റെ റിബ്സ് വെച്ചിട്ട് നല്ലൊരു അടിപൊളി കറിയാണ് ഉണ്ടാക്കുന്നത്. നല്ല തിക്ക് ഗ്രേവിയിലൊക്കെയാണ് ഈ ഒരു കറി. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 500 ഗ്രാം മട്ടൺ റിബ്സ് ആണ്. അപ്പം നമുക്ക് മട്ടൻ്റെ ഏത് പീസ് വെച്ചിട്ട് ഇതേപോലെ ഒരു കറി തയ്യാറാക്കിയെടുക്കാം. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു മട്ടൻ്റെ വാരിയെല്ലിൻ്റെ ഭാഗത്തുള്ള പീസാണ്. അപ്പോൾ അത് കുറച്ചും കൂടി സോഫ്റ്റാണ്. അപ്പോൾ ഞാനത് ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ആദ്യം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈ ഒരു മട്ടൺ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുക്കായി കിട്ടാനുള്ള വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 സ്പൂണ് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കുക്കർ ഒന്ന് അടച്ചു വെച്ച് 4 വിസിൽ വരുന്നവരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇനി മട്ടൺ ഒന്ന് കുക്കായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സവാള ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 2 സവാള തിന്നായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നീളത്തിൽ അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ ഈ ഒരു കറിയുടെ ടേസ്റ്റ് നമ്മൾ ഈ ഒരു ഉള്ളി വഴറ്റുന്നതിലാണ്. അപ്പോൾ നമ്മൾ എത്രത്തോളം നന്നായിട്ട് ഉള്ളി വഴറ്റിയെടുക്കുന്നോ അതിനനുസരിച്ചാണ് ഈ ഒരു കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. ഉള്ളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 3 ഏലക്ക, 3 ഗ്രാമ്പൂ, അതേപോലെ 2 കഷ്ണം പട്ട എന്നിങ്ങനെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 500 മട്ടനിലേക്ക് ഇത്ര തന്നെ സ്പൈസസ് മതിയാകും. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് വഴറ്റിയെടുക്കേണ്ടത്. ഇനിയാണ് നമ്മൾ തക്കാളിയും പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് നടുകെ കീറിയത് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് ഉടയുന്നവരെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൗഡറുകൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂൺ മുളക് പൊടിയാണ്. അതേപോലെ തന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിൽ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നത് കാണിക്കാൻ വിട്ടുപോയതാണ്. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുക്കറിൽ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മട്ടൺ റിബ്സൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതേപോലെ കുത്തി നോക്കിയപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മട്ടന് ഈ ഒരു മസാലയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇനി ഇതിൽ കിടന്നിട്ട് ഈ നമ്മുടെ മട്ടനും മസാലയും ഒക്കെ നന്നായിട്ട് യോജിച്ച് വരുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് തിക്കായിട്ടുള്ള ഒരു ഗ്രേവിയിലുള്ള ഒരു മട്ടൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനൊരു നാരങ്ങയുടെ ഭാഗം എടുത്തിട്ടാണ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നത്. ഒരല്പം പുളി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു നാരങ്ങ പീസും കൂടി ഒന്ന് ഇതിലേക്ക് അതിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ നമ്മുടെ മട്ടൺ റിബ്സ് വെച്ചിട്ടുള്ള മട്ടൺ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മട്ടനൊക്കെ കിട്ടുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കറി വെക്കുകയാണെങ്കിൽ വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇനിയും പുതിയ പുതിയ റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും പുതിയ പുതിയ വീഡിയോസും റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.